കോൺഗ്രസിനകത്ത് കുറേ പടലപ്പിണക്കങ്ങളും കുറേ പ്രശ്നങ്ങളൊക്കെ പുകഞ്ഞു വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും കാര്യങ്ങളും ഒക്കെ പുകഞ്ഞു നിൽക്കുന്നതിനിടയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി മീറ്റിങ്ങിൽ സതീശനെതിരായിട്ട്, അതായത് പ്രതിപക്ഷ നേതാവ് വി സതീശനെതിരായിട്ട് MLA സംസാരിച്ചു, എതിർത്ത് സംസാരിച്ചു, ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളൊരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട്. എന്താണ് ശരിക്കും കോൺഗ്രസിനകത്ത് നടക്കുന്നത് ചേട്ടാ? ശരി, അതായത് ഒരു പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ കോൺഗ്രസ്സാണ് പിന്നെ UDFിലെ ഏറ്റവും പ്രധാന കക്ഷിയായിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു പാർലമെൻ്ററി പാർട്ടി സമ്മേളനം അവർ നടത്തണം. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസിൻ്റെ MLA വെച്ചുകൊണ്ട് ഒരു പാർലമെൻ്ററി പാർട്ടി മീറ്റിംഗ് അവർ നടത്തിയിട്ടില്ല. അതിനെതിരെയാണ് ആദ്യമായിട്ട് അതിൽ പങ്കെടുത്ത MLA വിമർശനം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഒരു മിനിമം ഇത്ര മീറ്റിംഗ് എങ്കിലും നടത്തണം. കാര്യം ആ പാർലമെൻ്ററി പാർട്ടി മീറ്റിങ്ങിന് ഒരുപാട് അർത്ഥമുണ്ട്. കാര്യം കോൺഗ്രസ് അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ അതിനെ പ്രതിനിധീകരിക്കുന്ന പാർലമെൻ്ററി തലത്തിൽ വന്നിട്ടുള്ള നേതാക്കളെ വിളിച്ചിരുത്തി എന്തൊക്കെയാണ് നമ്മുടെ ഭാവി പരിപാടികൾ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തത് നമുക്ക് തൃപ്തിയുണ്ടോ, നമ്മൾ ഈ ഭരണത്തിനെതിരെ പോകുന്ന കാര്യങ്ങൾ മതിയോ, ഇത് മതിയോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അതൊന്നും നടന്നിട്ടില്ല. വളരെ വളരെ കുറച്ചേ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതിനെതിരെയാണ് ഇവർ ആദ്യം ശബ്ദമുയർത്തിയത്. രണ്ടാമത്, ഈ കഴിഞ്ഞ ഒരു ഓണത്തിന് മുമ്പ് വരെ ഒരു പവർ പൊളിറ്റിക്സ്, അതായത് കോൺഗ്രസിനകത്തൊരു പവർ പൊളിറ്റിക്സിൻ്റെ വക്താവായിരുന്നു ഈ VD സതീശനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സംഘാംഗങ്ങളും. കാര്യം അദ്ദേഹം പറയുന്നതിനപ്പുറം മറ്റൊരു വാക്കില്ല. കാര്യം AICCക്ക് പോലും അദ്ദേഹത്തിന് വളരെ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് ഓണം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടം വിഷയം പൊങ്ങി വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ സർവ്വമതിപ്പും പോയി. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് അദ്ദേഹം ഇപ്പോൾ ഒരു പവർ പൊളിറ്റിക്സിൻ്റെ ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്വരത്തിന്, അദ്ദേഹത്തിൻ്റെ വാക്കിന് ഭയങ്കരമായ വിലയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതാവുമ്പോൾ സ്വാഭാവികമായിട്ട് ശത്രുക്കളുടെ എണ്ണം കൂടും. അപ്പം ഒരു ഈ പറയുന്ന രീതിയിൽ തലയൊന്ന് താഴുമ്പോൾ ശത്രുക്കൾ പൊങ്ങും. അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് മിണ്ടാതിരുന്നവരൊക്കെ പൊങ്ങിയിട്ടുണ്ട്. കാര്യം VD സതീശൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് വരെ. പാലക്കാട് ശരിക്കും സരിൻ തന്നെ സ്ഥാനാർത്ഥിയാകുമായിരുന്നു. കാര്യം സരിനെ KPCC പ്രസിഡന്റ്, പിന്നെ അന്നത്തെ KPCC പ്രസിഡന്റ് സുധാകരനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. സുധാകരനൊക്കെ തന്നെ ഈ പേര് മുന്നിലോട്ട് വെച്ചതാണ്. പക്ഷേ അതിന് നിരുപാധികം വെട്ടിയാണ് സതീശൻ രാഹുലിനെ നിർത്തിയത്. രാഹുൽ തന്നെയാണ് സതീശനെ തോൽപ്പിച്ചത്. രാഹുൽ ഈ വിഷയം വന്നപ്പോൾ രാഹുൽ വിഷയത്തിൽ തോൽപ്പിച്ചെന്ന് പറഞ്ഞാൽ രാഹുൽ വിഷയത്തിൽ ഈ സതീശൻ ഒരു പിണറായി സ്റ്റൈല് കാണിച്ചു, CPMൻ്റെ ഒരു സ്റ്റൈല് കാണിച്ചു. CPM ആണല്ലോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക, അയാൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടാവുക. CPM അങ്ങനെ പുറത്താക്കിയാലും അതിൻ്റെ ഇരട്ടി സ്ഥാനമാനങ്ങളോടുകൂടി തിരിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ എടുക്കും. പക്ഷേ CPMൻ്റെ ഒരു സ്റ്റൈല്, ഒരു പിണറായി സ്റ്റൈല് സതീശൻ കാണിച്ചു എന്ന് പാർട്ടിക്കകത്ത്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് പുറത്ത് സമൂഹം പറയുന്ന, ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പോയാൽ അങ്ങനെ കടുകട്ടി. കാര്യം അവർ പറയുന്നത് CPMനകത്ത് എത്രയോ കാട്ടുകോഴികളുണ്ടല്ലോ, പിന്നെ എന്തിന് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ കിടന്ന് കാണിക്കണം? അത് ഈ കേരളമാണ്. ആ മുറിവൊക്കെ ഉണങ്ങിപ്പോകും. ഇപ്പം നമുക്ക് കാണാം, ഈ രാഹുൽ വീണ്ടും പാലക്കാട് മത്സരിക്കും, രാഹുൽ വീണ്ടും അവിടുന്ന് ജയിക്കുകയും ചെയ്യും. നമുക്ക് കാണാം. അതാണ് ഈ കേരള സമൂഹം എന്ന് പറയുന്നത്. കാര്യം രണ്ട് കൈയും ചേർത്താലേ ശബ്ദം ഉണ്ടാകുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനായി ശ്രമിച്ചതിൻ്റെ ഫലമായി 15ഓളം MLA ഈ പാർലമെൻറ്റ് ഇപ്പോൾ അടുത്തിടയ്ക്ക് നടന്ന കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ VDക്കെതിരെ ശബ്ദമുയർത്തി. നിങ്ങളുടെ പ്രവർത്തനം പോരാ, കാരണങ്ങൾ എണ്ണമിട്ട് അക്കമിട്ട് അവർ പറഞ്ഞു. VDക്ക് ഉത്തരം മുട്ടി. VD എന്ത് പറയാനാ? അവസാനം ഇപ്പോൾ അവർ AICCക്ക് അറിയിപ്പ് എന്തോ പോയിട്ടുണ്ട്. VD സതീശനെ നേതൃസ്ഥാനത്ത് വെച്ച് കഴിഞ്ഞാൽ ഭരണം കിട്ടാനുള്ള സാധ്യത, തിരികെ വരാനുള്ള സാധ്യത കുറവാണെന്ന്. കാര്യം അതിനകത്ത് ലീഗും സംസാരിച്ചിട്ടുണ്ട്. ലീഗിനും ആശങ്കയുണ്ട്. അല്ല, ലീഗിന് ഇപ്രാവശ്യം കൂടി കിട്ടിയില്ലെങ്കിൽ ലീഗിന്റെ കാര്യം ജഗപുകയാകും. അല്ല, ഇന്ന് ഒരു വഴിയില്ല അവർക്കിനി. അതെ, ഇന്നിപ്പോൾ KM ഷാജി അറിയാതെ ഒരു പ്രസ്താവന അറിഞ്ഞു തന്നെ ആയിരിക്കും. ചില കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞാലേ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അടുത്തത് മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം ലീഗ് ജയിക്കേണ്ടത്. ലീഗ് ജയിക്കണം, ലീഗ് ഭരണത്തിൽ വരണം, അത് സമുദായത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൂടെ ആയിരിക്കണം. ആര്? KM ഷാജി പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടും അല്ല, KM ഷാജി അതെ അത് പലർക്കും കുറുക്കിക്കൊള്ളുന്ന ഒരു പ്രസ്താവനയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തും കൂടെ ഉണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടി ഒരിക്കലും ലീഗിനെ ഇനി സഹായിക്കാൻ, ലീഗിന് നല്ല മുസ്ലിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, കോൺഗ്രസിനെ കഴിയുള്ളൂ. അത് കോൺഗ്രസ് തന്നെ അത് ചെയ്യണം എന്ന രീതിയിലാണ് ഷാജി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മുസ്ലിം ലീഗ് AICCയെ അറിയിച്ചിട്ടുണ്ട്. ഇതേപോലെ VD സതീശൻ ഈ 15 MLA പറഞ്ഞത് മാത്രമല്ല, AICCക്ക് ചെന്നിട്ടുണ്ട്, റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സതീശൻ ഇനി പ്രതിപക്ഷ നേതാവായിരുന്നു കഴിഞ്ഞാലൊന്നും ഭരണം കിട്ടും തോന്നില്ല. കാര്യം ലീഗിന് താല്പര്യം ഒന്നിൽ തരൂര് അല്ലെങ്കിൽ KC വേണുഗോപാൽ, ആരെങ്കിലും ഒരാൾ വേണം നയിക്കാൻ. അപ്പോൾ AICC നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വോട്ട് കിട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്യുക, ആര് മുഖ്യമന്ത്രിയാണോന്ന് കേന്ദ്രം തീരുമാനിക്കാം, സമയമാവട്ടെ എന്ന് കടുത്ത നിർദ്ദേശം ഇവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്.
ഇവിടെ പാർലമെൻ്ററി യോഗം ഇത്ര തുലവും തുച്ഛം സമയങ്ങളിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഗുരുതരമായ ആക്ഷേപം തന്നെയാണ്. പ്ലസ് അതിൻ്റെ കൂടെ ഇപ്രാവശ്യം ഇതുപോലൊരു പാർലമെൻ്ററി യോഗം നേതാക്കൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു ആമുഖ പ്രസംഗവും കഴിഞ്ഞിട്ട് KPCC അധ്യക്ഷൻ പറയുകയാണ് പിരിച്ചുവിട്ടു. ബാക്കിയുള്ളവരെ പറയാൻ അനുവദിക്കാണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ സമ്മതിക്കാണ്ട് പെട്ടെന്ന് ഇങ്ങനെ തിരക്കുകൾ പറഞ്ഞുകൊണ്ട് അത് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവിനും ഒക്കെ മറ്റൊരു ചടങ്ങുണ്ട് എന്തോ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊരു കാര്യം വിട്ടു കഴിയുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും. ആ പ്രതികരിച്ച കൂട്ടത്തില് ഇപ്പൊ വെളിയിൽ പറഞ്ഞു കേൾക്കുന്നത് കരുനാപ്പള്ളി MLA CR മഹേഷ്, PC വിഷ്ണുനാഥ്, മാത്യു കുഴൽനാടൻ ഒക്കെ ഇവരൊക്കെ തന്നെ ഇങ്ങനെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ മാത്യു കുഴൽനാടൻ KC പക്ഷമാണ്, CR മഹേഷ് രമേശിന്റെ അടുത്ത ആളാണ്, രമേശ് ചെന്നിത്തല ഒരാളാണ്. അപ്പോൾ ആരുടെ ആളെന്നൊക്കെ പറഞ്ഞാലും ഇതുവരെയും ഈ പറയുന്ന രീതിയിൽ VD സതീശൻ കളിച്ചത് തനിക്ക് വേണ്ടി പൊക്കാനൊരു കൈ, താൻ മുഖ്യമന്ത്രി ആകണമെന്ന് പറയാൻ കോൺഗ്രസ് MLA-മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൈയാണ് ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ സതീശൻ ഒറ്റപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്, പാർട്ടിയിൽ ഒറ്റപ്പെട്ട്. സതീശൻ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെ പെട്ടെന്ന് നടപടി വേണമെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് കൂട്ടത്തില്. അതിന്റെ ഒരു ഹൈപ്പില് സതീശൻ കയറി ഒരു ആക്ഷൻ എടുത്തു. പക്ഷെ അവസാനം അവരൊക്കെ തിരിച്ചു വന്നു. സതീശൻ അതുപോലെ പറഞ്ഞ വാക്കിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയാതെ വിട്ടുപോയി എന്നൊരു സ്ഥിതിയും കൂടി ഉണ്ട് അവിടെ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും പാർട്ടിക്കുള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഈ പറഞ്ഞതുപോലെ ലീഗിന് മാത്രമല്ല ഘടകകക്ഷികൾക്കൊക്കെ തന്നെ വല്ലാത്ത ആശങ്കയുണ്ട്. ഇപ്രാവശ്യം കൂടി കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അത് അഫക്ട് ചെയ്യാൻ പോകുന്നത് കൂട്ടായ നേതൃത്വം ഒരുമിച്ച് നിന്ന് വേണം വോട്ട് പിടിക്കേണ്ടത്. ഇപ്പോൾ K മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, KC വേണുഗോപാലുണ്ട്, പിന്നെ വേറെ പറയാൻ VM സുധീരനുണ്ട്, മുല്ലപ്പള്ളി രാമേന്ദ്രനുണ്ട്. ഇങ്ങനെ നേതാക്കന്മാരെ ഒരു ശൃംഖല, VD സതീശനുണ്ട്. അപ്പം നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ. ശശി തരൂർ തന്നെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവനയിൽ മഹിളാ കോൺഗ്രസിന്റെ ഒരു പരിപാടിയുടെ ഇടയിൽ പറയേണ്ടായി, വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്ത് വിലയിരുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ എന്തോ അർത്ഥം പറഞ്ഞതെന്നറിയില്ല. കോൺഗ്രസ് വിട്ട് BJP-യിലോട്ടൊന്നും എനിക്ക് പോകുന്നു, BJP-യിൽ പോകുകയില്ലയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും നേട്ടങ്ങളും ഉണ്ട്. അദ്ദേഹം ഒരു വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള മറ്റു വഴികളുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കോൺഗ്രസിനുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. പ്ലസ് ഇദ്ദേഹത്തെ ഒന്ന് ഇനിയും പിണക്കി ഓടിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ അത് അത്ര നന്നാവില്ല കോൺഗ്രസ് ബോധ്യത്തിലേക്ക് ആളുകൾ വന്നിട്ടുമുണ്ട്. തരൂരിനെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാടുണ്ട് ആ കൂട്ടത്തിൽ. അല്ല, തരൂരിനായിരുന്നാലും ഇപ്പോൾ VD സതീശനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടന്ന സമയത്ത് സുകുമാരൻ നായർ വന്നിട്ടുണ്ടായിരുന്നു. സുകുമാരൻ നായർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ SNDP വെള്ളാപ്പള്ളി പറഞ്ഞു. VD സതീശനോട് ഈ രണ്ട് സാമുദായിക നേതാക്കൾക്കും താല്പര്യമില്ല. അതായത് ഇപ്പം ലീഗിന് എന്നാൽ ഈ പറയുന്ന നേതാക്കളുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ട്. സാമുദായിക നേതാക്കളുമായിട്ടൊക്കെ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് നല്ല ബന്ധമാണ്, സാദിഖ് അലി തങ്ങൾക്ക് നല്ല ബന്ധമാണ്. ഷാജി പറയുന്ന സംസാരം സാദിഖ് അലി തങ്ങൾ പറയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണത്തിന് സാദിഖ് അലി തങ്ങളൊക്കെ എന്താ പറഞ്ഞത്? അതൊക്കെ ഏറ്റവും മുസ്ലിം ലീഗ് എന്ന പേരേ ഉള്ളൂ. അവർ മതമൈത്രിയൊക്കെ വളരെയധികം നോക്കുന്ന ഒരു കൂട്ടം കുറേയധികം ആൾക്കാരുണ്ട്. വർഗീയതയെന്ന് അവർ പുറമേ ഈ പറഞ്ഞ് പ്രകടിപ്പിക്കുന്നതല്ല, അവർക്കതില്ല, അത് സത്യമാണ്. ഭരണത്തിൽ ഇല്ലെങ്കിൽ അവർ ബിഗ് സീറോ ആണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പം സാമുദായികമായിട്ട് ഉള്ള ഇത്തരത്തിലുള്ള എതിർപ്പുകളെ അതിജീവിക്കാൻ കഴിയുന്ന നേതാക്കൾ തലപ്പത്ത് വരണമെന്നൊരു സൂചന AICC-ക്ക് ഇവിടെ ലീഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇങ്ങോട്ട് എടുത്തിട്ടും ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ടും കോൺഗ്രസിന് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കോട്ടയത്ത് എത്ര സീറ്റ് കൂടുതൽ കിട്ടി ജോസഫ് വന്നിട്ട്? പോട്ടെ, പത്തനംതിട്ട എത്ര ജോസഫിനെ കൊണ്ട് പ്രയോജനം ഉണ്ടായി? ബാക്കി ഭരണം തീരുമാനിക്കുന്ന തെക്കൻ ജില്ലകളാണ്. ഈ തെക്കൻ ജില്ലകളിലെ 1000-ന് താഴെ വോട്ട്, തുച്ഛം വോട്ടിനൊക്കെ ജയിച്ചതാണ് ഈ പറഞ്ഞ CPM-ൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ MLA-മാർ. അവരെയൊക്കെ തോൽപ്പിക്കാൻ കെൽപ്പ് സാമുദായിക നേതാക്കളുമായി ബന്ധമുള്ളൊരു കോൺഗ്രസ് നേതാവ് ഇറങ്ങിയാലേ നടക്കുകയുള്ളൂ എന്ന് ലീഗ് അറിയിച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്തേക്ക് ലീഗ് വരുന്നില്ലല്ലോ. ലീഗെല്ലാം വടക്കോട്ട് അവരെ സ്ഥാനാർത്ഥികൾ, അവർ ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ അവരുടെ സ്ഥാനാർത്ഥികൾ അവർ ജയിക്കുകയും ചെയ്യും. അവർക്ക് അറിയാം ഞങ്ങൾ ഇത്രയും സീറ്റ് തരും, ബാക്കി ചെയ്യേണ്ടത് കോൺഗ്രസ് ആണ്, ചെയ്യണം. കാര്യം PV അൻവർ വിഷയം മുതൽ ഈ പറയുന്ന രീതിയിൽ കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനും VD സതീശൻ അനഭിമതനായി തീർന്നിട്ട് കാലങ്ങൾ കുറേയായി. അവിടെ മുതൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട് ഇവർ പല നേതാക്കൾ. കാര്യം VD സതീശൻ അന്നത്തെ സ്റ്റാൻഡ് വളരെ കടുംപിടുത്തം സ്റ്റാൻഡായിരുന്നു. അത് തന്നെ വളരെ മോശപ്പെട്ട. പക്ഷെ അത് കറങ്ങി തിരിഞ്ഞു വന്നു. ഇപ്പോൾ VD സതീശൻ മാറിയേ പറ്റുള്ളൂ എന്ന രീതിയിൽ. അല്ലെങ്കിൽ ഈ ഭരണം കഴിഞ്ഞ് അടുത്ത എന്തെങ്കിലും നടന്നാലും VD സതീശന് ഒരു മന്ത്രി പദവി മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയൊന്നും ഉണ്ടാകില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജിയാണോ ഇനി ഇവിടെ ഇലക്ഷനിൽ ഇതിൽ വരാൻ പോകുന്നത്, അതേ സുനിൽ കനകോല് പറയുന്നതാണോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.